പ്രിയ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അത് ഈ അപകടം ഉണ്ടായതിന് ശേഷം എന്തു സംഭവിച്ചു എന്നുള്ളതാണ്. ഇതുപോലൊരു വലിയ ഇവന്റ് നടക്കുമ്പോൾ, 10,000-ലധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു വലിയ ഇവന്റ് നടക്കുമ്പോൾ അവിടുത്തെ മെഡിക്കൽ എമർജൻസി നേരിടാനുള്ള പ്രിപ്പയർനെസ് സ്വാഭാവികമായും ഉണ്ടാവേണ്ടതാണ്. അവിടെ ഡോക്ടർ, നഴ്സ്, ആംബുലൻസ് സംവിധാനങ്ങൾ, സ്ട്രെച്ചർ ഇതൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഒരാൾ ഇങ്ങനെ ഒരു അപകടം പറ്റിയാൽ ഉടനെ വാരിയെടുത്തുകൊണ്ട് പോവുകയല്ല വേണ്ടത്. നട്ടലിന് ഉണ്ടാകാൻ സാധ്യതയുള്ള അപകടമാണ്. അപ്പോൾ അതിൽ സ്ട്രെച്ചർ യൂസ് ചെയ്ത് പ്രോപ്പറായ വിധത്തിലാണ് അവരെ വാഹനത്തിലേക്കും പിന്നീട് ആശുപത്രിയിലേക്കും കൊണ്ടുപോകേണ്ടതെന്ന് മെഡിക്കൽ എക്സ്പേർട്സ് പറയുന്നു. ഇവിടെ ഉമാ തോമസിനെ കൊണ്ടുപോയ രീതിയിൽ അവരുടെ കണ്ടീഷൻ മോശമാവുന്ന വിധത്തിൽ ആത്മാർത്ഥത കൊണ്ട് ചെയ്തതാണ്, പക്ഷേ അതല്ല ശരിയായ രീതി എന്ന് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു ഇവന്റിൽ ഒരു 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 ഇവൻച്വാലിറ്റി ഉണ്ടായാൽ അതിനെ എങ്ങനെ നേരിടണം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പ്, ഞാൻ പറയുന്നത് ഈ പറഞ്ഞ ആരോഗ്യ വിഭാഗവുമായി ബന്ധപ്പെട്ട തയ്യാറെടുപ്പാണ്. അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലേ എന്നൊരു ചോദ്യം. രണ്ട്, ഈ VVIPകൾ, പ്രത്യേകിച്ച് പോലീസ് കമ്മീഷണറും മന്ത്രിയും അതുപോലെ തന്നെ ADGPയും ഒക്കെ പങ്കെടുക്കുന്ന ഒരു ഇവന്റിൽ ഒരു പ്രയർ ചെക്കിംഗ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട്. കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് പരിശോധിക്കാറുണ്ട്. അത് ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഒന്നാമത്തെ ചോദ്യം, അവിടെ ഒരു മെഡിക്കൽ എമർജൻസി നേരിടാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. 2 ആംബുലൻസുകൾ സംഘാടകർ ഏർപ്പെടുത്തിയിരുന്നു. അത് സ്റ്റേജിന്റെ പിൻഭാഗത്ത്, അതായത് ഒരു എമർജൻസി വന്നാൽ അതിവേഗത്തിൽ പുറത്തേക്ക് വരാൻ കഴിയാത്ത തരത്തിലാണ് ആംബുലൻസുകൾ സജ്ജീകരിച്ചത്. അതാണ് അവിടെ സംഭവിച്ച ഏറ്റവും വലിയ വീഴ്ച. ഈ സ്റ്റേജിന്റെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് പ്രധാന എൻട്രൻസ് ആണ്. അവിടെയാണ് മന്ത്രി ഉണ്ടായിരുന്നത്, MLA ഉണ്ടായിരുന്നത്, പിന്നീട് ഹൈബിയുടെ MD ഉണ്ടായിരുന്നത്, കമ്മീഷണർ അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് MLA താഴേക്ക് വീണത്. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത്, പ്രധാന എൻട്രൻസിന് മുമ്പിൽ. അവിടെ നിന്ന് MLA വീണ് കിടന്നപ്പോൾ അവിടെ ഓടിക്കൂടിയത് അവിടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകരാണ്. അവിടെ കൂട്ടം കൂടി നിന്ന് വോളണ്ടിയേഴ്സാണ്. അതായത് ഇങ്ങനൊരു കാഷ്വാലിറ്റീനെ ഒരു തരത്തിലും നേരിട്ടില്ലാത്ത മനുഷ്യരാണ് അവിടെ ഓടിക്കൂടുകയും പകച്ചു നിന്ന്, അതായത് ഒരാൾ പോലും ഒരു എമർജൻസി സാഹചര്യം ഉണ്ടായപ്പോൾ കൃത്യമായി ട്രെയിനിങ് കിട്ടിയ ആളുകൾ അവിടേക്ക് ഓടിയെത്തിയില്ല. സംഘാടകർ അങ്ങനെ ഓടിയെത്തണമെന്നൊരു അറിയിപ്പ് അവരുടെ കൺമുമ്പിൽ നടന്ന അപകടത്തിന്റെ സമയത്ത് സെക്കൻഡുകൾ കൊണ്ട് നൽകേണ്ട അറിയിപ്പാണ്. മൈക്കുണ്ട് അവിടെ അപ്പോഴും അനൗൺസ്മെന്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആ മൈക്ക് കൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്താം. അവർക്ക് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതല്ലേ? ആംബുലൻസും ഡോക്ടർമാരും വിരൽത്തുമ്പിൽ ലഭിക്കേണ്ട സംവിധാനമല്ലേ? അത് അവിടെ ഉണ്ടായില്ല. ആളുകൾ അതുകൊണ്ടാണ് ഒരു 1-2 മിനിറ്റ് ആളുകൾ പകച്ചു നിൽക്കുന്നുണ്ട്. പിന്നീട് ആളുകൾ ഇവരെ പൊക്കിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ആ സമയത്ത് പോലും ഇവർക്കൊരു ആംബുലൻസിനെ അവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ കൃത്യസമയത്ത് മറ്റൊരു ആംബുലൻസ് അവിടെ വന്നപ്പോൾ അതിലേക്കാണ് ആളുകൾ MLAയെ കൊണ്ടുപോകുന്നത്. അത് അതിൻ്റെ ഒരു വലിയ വീഴ്ചയെ തന്നെ എടുത്തു പറയണം. ഈ കൊണ്ടുപോകുന്ന വഴിയിൽ നേരത്തെ ശ്രീമതി ദീപ്തി മേരി വർഗീസ് സൂചിപ്പിച്ചതുപോലെ MLA ഒരിക്കൽ കൂടി ആ റോഡരികിൽ അവർ കിടത്തുന്നുണ്ട്. കാരണം അത്രയും നേരം ആളുകൾക്ക് പിടിച്ചു നിർത്താൻ കഴിയുന്നില്ല. എത്ര വലിയ ഗുരുതരമായ വീഴ്ചയാണ് ഇത്രയും ഒരു എമർജൻസി സംഭവിച്ച ആളെ കൊണ്ടുപോകുന്നതിലുണ്ടായത്. അവരുടെ ആരോഗ്യനില കൂടുതൽ വഷളാകുന്ന തരത്തിലുള്ള ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാകുന്നതാണ്. മാധ്യമ പ്രവർത്തകരടക്കം നിലവിളിച്ചുകൊണ്ട് അവരെ ആ പുറത്തു കൊണ്ടുപോയി കിടത്തുന്നു. അവിടെ നിന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ പൊക്കിയെടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുന്നു. ആംബുലൻസിൽ കയറ്റുമ്പോഴും ഇത് പരിചയമില്ലാത്ത മനുഷ്യരാണ്. അവർ ഒന്നിലധികം ആളുകൾ ആംബുലൻസിൽ തന്നെ മിനിറ്റുകൾ നിൽക്കുകയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരു മാധ്യമ പ്രവർത്തകരാണ് അലറി വിളിക്കുന്നത്. അതിൽ ശബ്ദമുണ്ട്, ആളുകൾ ഇറങ്ങൂ, MLA കയറ്റിവിടുന്നത്. എന്തുകൊണ്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആംബുലൻസിന് അടുത്തേക്ക് വേഗം എത്തി അവർക്ക് വഴി കൊടുത്തില്ല? ഇവർ പറഞ്ഞ മെഡിക്കൽ സംവിധാനം ഉണ്ടെങ്കിൽ, വോളണ്ടിയേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായി മാനേജ് ചെയ്യേണ്ട ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ലേ? അവരെന്തുകൊണ്ട് ഓടിയെത്തി ആംബുലൻസിന് വഴി കൊടുത്തില്ല? അവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഉച്ചത്തിൽ നിലവിളിച്ചും ബഹളം ഉണ്ടാക്കിയും MLA വാരിയെടുത്ത് ആംബുലൻസിൽ കയറ്റിക്കൊണ്ടുപോയി. അത് അശാസ്ത്രീയമാണ്, അത് പറ്റാത്തതാണ്. പക്ഷേ ജീവൻ രക്ഷിക്കുക എന്നൊരു ചിന്തയുടെ പുറത്ത് മറ്റൊരു സംവിധാനം അവിടെ ഇല്ലാത്തത് കൊണ്ട് ആളുകൾ ചെയ്തതാണ്. അത് വലിയ വീഴ്ചയാണ്. 2 ആംബുലൻസുകൾ ഉണ്ടായിരുന്നു. അത് പ്രധാന എൻട്രൻസിന്റെ പരിസരത്തെ ആയിരുന്നില്ല, അത് ബാരിക്കേഡ് വെച്ച് അടച്ചിരുന്നു എന്നുള്ളത് അത് വലിയ വീഴ്ചയാണ്. MLAയുടെ അത്രയും ആരോഗ്യനില, ശ്വാസകോശത്തിലടക്കം രക്തം കയറിയിട്ടുണ്ട്. ഒരു പക്ഷേ അത് ഇത്രയും ഗൗരവ തരത്തിലേക്ക് എത്തിച്ചത് ഈ പൊക്കിയെടുത്ത് വീണ്ടും കിടത്തി പൊക്കിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയപ്പോഴുണ്ടായ സാഹചര്യമായിരുന്നിരിക്കാം. അതൊന്നാമത്തെ വീഴ്ച. 2, ഈ പ്രധാനപ്പെട്ട അവിടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലരും കരുതിയിരുന്നത് ഈ മന്ത്രി അടക്കമുള്ളവർ VIP ഏരിയയിലേക്ക് ആദ്യം പോകുമായിരുന്നു എന്നൊരു സംശയം അവിടെ പലരും പങ്കുവെച്ചിരുന്നു. പക്ഷേ ഇത് കൃത്യമായി മന്ത്രിയെ VIP ഏരിയയിലൂടെ കടത്തിക്കൊണ്ടുവന്നു. GCA ചെയർമാനെ അതിലൂടെ ഇപ്പുറത്തൂടെ വന്നു. ഉമാ തോമസ് വന്നപ്പോൾ കൃത്യമായി ഗൈഡ് ചെയ്യാൻ പോലും ഒരാളുണ്ടായിരുന്നില്ല. പടികൾ കയറി വളരെ പ്രയാസപ്പെട്ടാണ് അവർ കയറിപ്പോയത്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ ഒരു സംവിധാനം ഏർപ്പെടുത്തേണ്ടതല്ലേ? അങ്ങനെ 14 അടി ഉയരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് അങ്ങനെ കയറിപ്പോകാൻ പറ്റുന്നതാണോ? മാത്രമല്ല ഇങ്ങനെ ഇത്രയും പ്രധാന ആളുകൾ ഉള്ള സ്റ്റേജിന്റെ പരിസരത്ത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം, MLA താഴെ വീണപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നില്ല.
അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രധാന സ്ഥലത്ത് പോലും വീഴ്ച സംഭവിച്ചതാണ് ഉയർന്ന ചോദ്യം. അതുകൊണ്ട് സംഘാടകർക്ക് ഇതൊരു താൽക്കാലിക ഒരു പെട്ടെന്നുണ്ടായ അപകടം എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ പറ്റില്ല. ചെറിയ പിഴവല്ല, വലിയ പിഴവാണ്, അക്ഷന്തവ്യമായ അപരാധം എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള ഗുരുതരമായ, അതീവ ഗുരുതരമായ പിഴവാണ് ഇന്നലെ എറണാകുളത്ത് ഉണ്ടായത് എന്നുള്ളത് ഈ അന്വേഷണങ്ങളിൽ നിന്ന് തന്നെ, ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.